ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറബി ഭാഷ വളരെയധികം സ്നേഹിച്ച് പഠിക്കേണ്ട ഭാഷയാണ്. ഓരോ ദിവസവും നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് ഉയരാൻ ഈ ഭാഷയെ നന്നായി പരിഗണിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ അറബി പഠിതാവും ആദ്യമായിട്ട് സ്വീകരിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന തഅബീറാത്തുകൾ, ഒന്നാമത്തത് ഫീ ഹാലത്തിൻ തൊബീഇയ്യത്തിൻ. ഫീ ഹാലത്തിൻ തൊബീഇയ്യത്തിൻ, അതിൻ്റെ അർത്ഥം ബിഖൈർ, വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പ്ലഷറായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുക. അസ്ബഹൽ മരീദു, രോഗി ആയി, ഫീ ഹാലത്തിൻ തൊബീഇയ്യത്തിൻ, വളരെ നല്ല അവസ്ഥയിലായിട്ടുണ്ട്. ബഅദൽ അമലിയ്യത്തി അത്തിബ്ബിയ്യ, മെഡിക്കൽ സർജറിക്ക് ശേഷം നല്ലൊരവസ്ഥയിലേക്ക് ആവാൻ രോഗിക്ക് സാധിച്ചിട്ടുണ്ട്. 37ാമത്തെ പ്രയോഗം ഖാതമുൻ ഫിൽ ഉസ്ബുഇ ഷിദ്ദത്തു ത്വാഅത്തിൻ, അങ്ങേയറ്റത്തെ സമർപ്പണം എന്നൊക്കെ അർത്ഥം. അസ്ബഹത് അമേരിക്ക ആയി ഖാതമൻ ഫിൽ ഉസ്ബുഇ ലി ഇസ്രായേൽ, ഇസ്രായേലിന് വഴിപ്പെടുന്ന ഒരവസ്ഥ, അങ്ങേയറ്റം വഴിപ്പെടുന്ന ഒരവസ്ഥ, അവർ പറയുന്നതിനനുസരിച്ച് അവരെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട്. ഖാതമുൻ ഫിൽ ഉസ്ബുഇ, കാരണം നമ്മൾ ഈ വിരലിൽ റിങ് ഇടുമ്പോൾ ആ റിങ് എത്ര അടുത്താണല്ലേ നിൽക്കുന്നത്, അത്രയും അടുപ്പുണ്ട് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക. വളഅഹു ഫി സൂറത്തി, വളഅഹു ഫി സൂറത്തി എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മീനിങ് ഒരു വിഷയത്തിൽ പങ്കാളിയായി എന്നാണ് അർത്ഥം. ഫക്കറൽ ഇബ്നു ഫി സിവാജി, മകൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു. ഫവളഅ ഉമ്മഹു ഫി സൂറത്തി, ഉമ്മ ആ വിഷയത്തിൽ മകൻ്റെ കൂടെ എന്താ പറയുക, കൂടി എന്നാണ് അർത്ഥം. പിന്നെ അടുത്തത് മിനൽ അലിഫി ഇലൽ യാഇ, മിനൽ അലിഫി ഇലൽ യാഇ എന്ന് പറഞ്ഞാൽ മിനൽ ബദ്ഇ ലിൽ മുൻതഹ, തുടക്കം മുതൽ അവസാനം വരെ എന്നർത്ഥം. ഖറഅത്തുൽ കിതാബ, ഞാൻ കിതാബ് വായിച്ചു. മിനൽ അലിഫി ഇലൽ യാഇ, തുടക്കം മുതൽ അവസാനം വരെ, മിനൽ അലിഫി ഇലൽ യാഇ. 40ാമത്തെ പ്രയോഗം ഫതഹ സഫഹത്തൻ ജദീദത്തൻ, അതിൻ്റെ അർത്ഥം ബിദായത്തുൻ ജദീദത്തുൻ, പുതിയ തുടക്കം. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഫതഹൽ അൽ ബലദാനി സഫഹത്തൻ ജദീദത്തൻ ബഅദൽ ഹർബി, യുദ്ധത്തിന് ശേഷം പുതിയ ഒരു ചക്രവാളം തുടങ്ങി. രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ, യുദ്ധത്തിന് ശേഷം അവർ വീണ്ടും പുതിയ തുടക്കം കുറിച്ചു. അല്ല, അവർക്കിടയിൽ നല്ലൊരു എന്തുണ്ടായി, തുടക്കമുണ്ടായി, പുതിയ ബന്ധങ്ങളുണ്ടായി എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ് ഫതഹ സഫഹത്തൻ ജദീദത്തൻ, പുതിയ ഏട് തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടായി. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുകയും പുതിയ സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്താൽ, ഇപ്പോൾ 40 പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ 40 പ്രയോഗങ്ങളും നമ്മളൊരു കഥ പോലെ, ഒരു ആർട്ടിക്കിൾ പോലെയൊക്കെ എഴുതി വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. Al Oyun Academy, connecting 1 million hearts with Arabic.